ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. കുവൈത്തിലെ ബാങ്കിൽ നിന്ന് മലയാളികൾ കോടികൾ തട്ടിയതായി പരാതി. സഹായം തേടി ഗൾഫ് ബാങ്ക് കേരളത്തിൽ. കൊച്ചി. ശമ്പള സർട്ടിഫിക്കറ്റ് ജാമ്യം നൽകി കുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ നിന്നും കോടികൾ വായ്പ എടുത്ത ശേഷം മുങ്ങിയ മലയാളികൾക്കെതിരെ കേരളത്തിൽ അന്വേഷണം. 1400-ൽ പരം മലയാളികൾ 700 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് സൂചന. ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 8 എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലാണ്. കേസിന്റെ അന്വേഷണ ചുമതല ദക്ഷിണമേഖല ഐജിക്ക് കൈമാറിയേക്കും. ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നു IGS ശ്യാം സുന്ദർ പറഞ്ഞു. ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത്. പണം തട്ടിയവരിൽ ഏറെയും നഴ്സുമാരാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിനു കൈമാറി. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയത്. 3 മാസം മുൻപാണ് ബാങ്ക് അധികൃതർ തട്ടിപ്പ് കണ്ടെത്തിയത്. വായ്പ എടുത്ത ശേഷം കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയ ശേഷമാണ് തട്ടിപ്പ് നടത്തുന്നത്. ആദ്യം ചെറിയ തുകകൾ വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കും. പിന്നീട് വലിയ തുകകൾ വായ്പ എടുത്ത ശേഷം നാട്ടിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ കടക്കും. വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട്. ഈ വിലാസങ്ങൾ പോലീസിനു കൈമാറി. വിപുലമായ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. വലിയ ഗൂഢാലോചന തട്ടിപ്പിനു പിന്നിലുണ്ടെന്നാണ് കരുതുന്നത്. കൊലപാതകമെന്ന് സംശയിക്കാൻ കാരണമില്ല. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ. കൊച്ചി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നു CBI ഹൈക്കോടതിയിൽ അറിയിച്ചു. എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ അറിയിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഹാജരാക്കിയിരുന്നില്ല. ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് 12ലേക്ക് മാറ്റി. കേസ് ഡയറി പരിശോധിച്ചു വ്യക്തത വരുത്തുമെന്നും കോടതി പറഞ്ഞു. അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്നു കോടതി പറഞ്ഞു. നവീന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരുക്കുകൾ കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത തേടാമെന്നു കോടതി പറഞ്ഞത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്നു പറയാനാകില്ലെന്നും പോലീസ് പക്ഷപാതം കാട്ടുന്നു എന്ന ആരോപണത്തിനു നിലവിൽ തെളിവുകളില്ലെന്നും കോടതി പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന് അഭിപ്രായമുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. എന്നാൽ നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. ADM നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്നു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ മൊഴി, സാക്ഷി മൊഴി, സാഹചര്യ തെളിവുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണെന്ന സംശയം ഉന്നയിക്കാനുള്ള കാരണമില്ലെന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രതി PP ദിവ്യയുടെയും കലക്ടറുടെയും പ്രശാന്തിന്റെയും കോൾ ഡേറ്റ് രേഖകൾ ശേഖരിച്ചു. കൂടാതെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചെന്നും കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി നൽകിയ എതിർസത്യവാങ്മൂലത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 16 പൈസയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത വർഷം യൂണിറ്റിന് 12 പൈസ വർദ്ധിക്കും. വൈദ്യുതി ബില്ലുകള് എല്ലാ ഉപഭോക്താക്കൾക്കും മലയാളത്തിൽ നൽകാൻ KSB കമ്മീഷന് നിർദ്ദേശം നൽകി. 2016-ലെ ഇടതു സർക്കാർ അധികാരമേറ്റതിനുശേഷം 5ാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. 2017, 2019, 2022, 2023 എന്നീ വർഷങ്ങളിലും താരിഫ് പരിഷ്കരണം നടത്തിയിരുന്നു. വേനൽക്കാലത്ത് പ്രത്യേക നിരക്ക് ഈടാക്കാൻ അനുവദിക്കണമെന്ന KSBയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷന് അംഗീകരിച്ചില്ല. 2025 മുതൽ 26 വരെ വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് 27 പൈസയുടെ നിരക്കുവർധന ശുപാർശ ചെയ്തെങ്കിലും ശരാശരി 12 പൈസയുടെ നിരക്കുവർധന മാത്രമേ കമ്മീഷൻ അംഗീകരിച്ചുള്ളൂ. 2026-27 വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി 9 പൈസയുടെ വർധന ശുപാർശ ചെയ്തെങ്കിലും കമ്മീഷന് പരിഗണിച്ചില്ല. കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനമാക്കി ഗാർഹിക ഉപയോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന KSEB നിർദ്ദേശവും കമ്മീഷന് തള്ളി. 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപയോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. അനാഥാലയങ്ങള്, വൃദ്ധസദനങ്ങള് തുടങ്ങിയവരുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. യൂണിറ്റിന് ഈ വർഷം 34 പൈസയും 2025-26-ല് 24 പൈസയും 2026-27-ല് 5.90 പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് KSEB ശുപാർശ നൽകിയിരുന്നത്. വൈദ്യുതി ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മേയ് വരെ വേനൽക്കാല താരിഫ് യൂണിറ്റിന് 10 പൈസ വീതം അധികം ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നിരക്കു വർധന സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം തയ്യാറാക്കിയ ശേഷം റെഗുലേറ്ററി കമ്മീഷന് KSEB അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു.
കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഈടില്ലാത്ത കാർഷിക വായ്പ പരിധി 2 ലക്ഷമാക്കി. ന്യൂഡൽഹി. ഈടില്ലാത്ത ലഭിക്കുന്ന കാർഷിക വായ്പയുടെ പരിധി 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു. 2025 ജനുവരി 1-നകം പുതിയ മാറ്റം വായ്പകളിൽ പ്രതിഫലിക്കണമെന്നാണ് ഉത്തരവ്. കർഷകർക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള തീരുമാനം ചെറുകിട കർഷകർക്ക് ഏറെ ഗുണകരമാണ്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് ഈട് നൽകണം. നടപ്പു സാമ്പത്തിക വർഷം 27.5 ലക്ഷം കോടി രൂപ കാർഷിക വായ്പയായി അനുവദിക്കണമെന്നാണ് ബാങ്കുകൾക്ക് ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രാജ്യമാകെ വിതരണം ചെയ്തത് 24.8 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ്. പരസ്യം നൽകിയത് ഞങ്ങൾ ഉള്ളടക്കം അഭ്യുദയകാംക്ഷികൾ. പാലക്കാട്. നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന്റെ തലേന്നു പ്രസിദ്ധീകരിച്ച സാമുദായിക വിഭജനത്തിനു കാരണമാകുമെന്ന് ആക്ഷേപമുയർന്ന പത്രപരസ്യം തങ്ങൾ നൽകിയതാണെങ്കിലും ഉള്ളടക്കം തങ്ങളുടേതല്ലെന്ന വാദവുമായി ഇടതുമുന്നണി. ഉള്ളടക്കം പാർട്ടിയിലെ ചില അഭ്യുദയകാംക്ഷികൾ നൽകിയതാണെന്ന് LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് TK നൌഷാദ് വരണാധികാരി RDOS ശ്രീജിത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നു. സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ LDF തിരഞ്ഞെടുപ്പു കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നത് എന്ന സാക്ഷ്യപ്പെടുത്തലോടെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലെ ഉള്ളടക്കമാണ് അഭ്യുദയകാംക്ഷികളായ സഖാക്കളുടേതാണെന്ന് നേതൃത്വം പറയുന്നത്. പരസ്യം LDF തിരഞ്ഞെടുപ്പു കമ്മിറ്റി നൽകിയതാണ്. പക്ഷേ സന്ദീപ് വാര്യരെക്കുറിച്ചുള്ളതും വർഗീയ സ്വഭാവമുള്ളതുമായ ഉള്ളടക്കം പാർട്ടി നൽകിയതല്ല. പരസ്യം വിവാദമായതിനെക്കുറിച്ച് അറിയില്ല. സ്ഥാനാർത്ഥി പി സരിന് പരസ്യം നൽകിയതുമായി ബന്ധമില്ല. പരസ്യം അനുമതിയോടെയാണ് പ്രസിദ്ധീകരിച്ചതെന്നും മറുപടിയിൽ പറയുന്നു. നിശബ്ദ പ്രചാരണ ദിനത്തിൽ 2 പത്രങ്ങളിൽ മാത്രം പ്രത്യേക ഉള്ളടക്കവുമായി നൽകിയ പരസ്യം സാമുദായിക ഐക്യം തകർക്കുമെന്നും ചട്ടലംഘനമാണെന്നും കാണിച്ചു തിരഞ്ഞെടുപ്പു കമ്മീഷന് UDF രേഖാമൂലം പരാതി നൽകിയിരുന്നു. തുടർന്ന് കലക്ടർ വിശദീകരണം തേടിയിരുന്നു. പരസ്യത്തിന് അനുമതിയില്ലെന്നു നേരത്തെ തന്നെ വരണാധികാരി വ്യക്തമാക്കിയിരുന്നു. സ്മാർട്ട് സിറ്റി തൊഴിലുറപ്പാക്കാൻ ടീകോമിന് ബാധ്യതയില്ല. തിരുവനന്തപുരം. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി തൊഴിലവസരം നൽകാൻ ടീകോം കമ്പനിക്കു നിയമപരമായ ബാധ്യതയില്ലാത്ത വിധം കരാറിൽ കുരുക്ക്. LDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടുമുൻപായി ഈ വ്യവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങി 10 വർഷത്തിനകം 90,000 തൊഴിലവസരം സൃഷ്ടിക്കണം. ടീകോം ഷാൽ ജനറേറ്റ് അറ്റ് ലീസ്റ്റ് 90,000 ജോബ്സ് എന്നായിരുന്നു IET സെക്രട്ടറിയായിരുന്ന KR ജ്യോതിലാൽ തയ്യാറാക്കിയ കരടു കരാറിലുണ്ടായിരുന്നത്. എന്നാൽ 90,000 തൊഴിലവസരമുണ്ടാക്കാൻ ടീകോം പരിശ്രമിച്ചാൽ മാത്രം മതി. ഷാൽ മേക്ക് ബെസ്റ്റ് എഫർട്സ് ടു ജനറേറ്റ് എന്ന് 2007-ൽ ഒപ്പുവെക്കുന്നതിനു മുൻപായി ടീകോമിന്റെ ആവശ്യപ്രകാരം പേന കൊണ്ട് എഴുതി ചേർത്തു. ഇതോടെ തൊഴിലവസരം സൃഷ്ടിക്കേണ്ട ബാധ്യതയിൽ നിന്നു ടീകോം രക്ഷപ്പെട്ടു. പരിശ്രമിച്ചാൽ മതി എന്നതിനാൽ കരാറിലെ വാഗ്ദാന ലംഘനത്തിനു ടീകോമിനെതിരെ നടപടിയെടുക്കാനാകില്ല. ടീകോം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായതിനാൽ അവർക്കു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നു കണ്ട് ഈ വ്യവസ്ഥ ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് അന്നുണ്ടായ വിശദീകരണം. വ്യവസ്ഥ ഒഴിവാക്കിയതിനെതിരെ കരാർ ഒപ്പിട്ട ശേഷം 2010-ൽ അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശം നൽകിയിരുന്നെങ്കിലും തിരുത്തിയില്ല. AGയുടെ ഓഡിറ്റിലും ഇതിനെതിരെ നിരീക്ഷണമുണ്ടായി. ഫലത്തിൽ 88 ലക്ഷം ചതുരശ്രയടി കെട്ടിടം സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെന്ന കുറ്റം മാത്രമാണു ടീകോമിനു മേൽ ചുമത്താൻ കഴിയുക. ആ വ്യവസ്ഥയും ഒഴിവാക്കി 3 ഘട്ടമായി പദ്ധതി നടപ്പാക്കണമെന്നും ഓരോ ഘട്ടത്തിലും നിശ്ചിത തൊഴിൽ ഉറപ്പാക്കണമെന്നും അതിനു കഴിയാതെ വന്നാൽ നൽകാത്ത ഓരോ തൊഴിലിനും 6,000 രൂപ കമ്പനി സർക്കാരിന് നൽകണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ വ്യവസ്ഥയും VS സർക്കാരിന്റെ കാലത്തു കരാറിൽ നിന്നൊഴിവാക്കി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. സാധാരണ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ആം ആദ്മി പാർട്ടി. കോടഞ്ചേരി. ക്രിസ്മസ് പുതുവത്സര സമ്മാനം കേരള ജനതയ്ക്കായി LDF സർക്കാർ. കുറുവ സംഘത്തെ നാണിപ്പിക്കുന്ന വൈദ്യുത ചാർജ് വർധനയിലൂടെ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടിയിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. ഈ രീതിയിൽ ചാർജ് വർധനകൾ കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്രഹാം വാമറ്റും പറഞ്ഞു. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ തെളിവെടുപ്പിൽ ഉപഭോക്താക്കളുടെ എതിർപ്പിനെ മറികടന്ന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേരള ജനതയോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണ്. ഈ 8 വർഷത്തിനുള്ളിൽ 5 പ്രാവശ്യം വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചത് സർക്കാർ ജനദ്രോഹ സർക്കാരാണെന്ന് ജെയിംസ് മറ്റത്തിൽ ആരോപിച്ചു. KSBയുടെ കണക്കനുസരിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിൽ 218 കോടി രൂപ ലാഭമുള്ള കമ്പനിയാണ്. ലാഭമുള്ള ഈ കമ്പനിയാണ് ജനദ്രോഹ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. കൃത്യമായ മാനേജ്മെന്റ് വഴി 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് KSEB ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ 100 യൂണിറ്റ് വൈദ്യുതി പ്രതിമാസം സൗജന്യമായി നൽകുമെന്നും ഇതിനോടുകൂടെ ജനാധിപത്യപരവും ജന ഉപകാരപ്രദവുമായ ഭരണം കാഴ്ചവെക്കാൻ ആം ആദ്മിക്ക് കഴിയും. അതിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും ജോൺസൺ കോടഞ്ചേരി പറഞ്ഞു. നമുക്കും ഡൽഹിയും പഞ്ചാബും പോലെ ജനോപകാരപ്രദമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരുകളെ തിരഞ്ഞെടുക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ SPC വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായി നടത്തി.
42 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിനായി അണിനിരന്നത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ കോടഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ സജു അബ്രാഹം പരേഡ് അഭിവാദ്യം ചെയ്ത് സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലായിൽ, PTA പ്രസിഡന്റ് റോക്കച്ചൻ പുതിയടത്ത്, സ്കൂൾ പ്രിൻസിപ്പാൾ വിജോയ് തോമസ്, ഹെഡ്മാസ്റ്റർ ബിനു ജോസ്, സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബെർണാഡ് ജോസ്, അനില അഗസ്റ്റിൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുനിൽകുമാർ, ജിനേഷ് കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ SPC വിദ്യാർത്ഥികൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ കാഴ്ചവെച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോഹാൻ ജീനേഷ്, പാർവതി ഗോപാലകൃഷ്ണൻ, അലക്സിയ മേരി സജി എന്നീ കേഡറ്റുകൾക്കുള്ള ഉപഹാരം CI സജു അബ്രാഹം നൽകി. മുത്തപ്പൻപുഴയില് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു, അടിയന്തര നടപടി വേണമെന്ന് കർഷക കോൺഗ്രസ്. തിരുവമ്പാടി മുത്തപ്പൻപുഴയില് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മുത്തപ്പൻപുഴ നടുവിലേക്കിട്ട് മാത്യു എന്ന കർഷകൻ പാട്ടത്തിന് എടുത്ത കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കുലച്ചതും കുലക്കാൻ പ്രായമായ വാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന നശിപ്പിച്ചത്. മുത്തപ്പൻപുഴയിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരം കാട്ടാന ശല്യം തുടരുന്നതിനോടൊപ്പം പുലിയുടെ സാന്നിധ്യവും ഉണ്ട്. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതിരോധ നടപടികളും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി നടപടി വേണമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങളുടെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരു ധനസഹായവും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഫോറസ്റ്റ് ഉന്നത അധികാരികളോ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോ റവന്യൂ വകുപ്പോ സ്ഥലം സന്ദർശിക്കുവാനോ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാനയെ വനത്തിലേക്ക് കയറ്റിവിടുന്നതിനോ തയ്യാറാകുന്നില്ല. സാധാരണക്കാരായ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കർഷക കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആരോപിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിയോജമണ്ഡലം പ്രസിഡന്റ് ഷിജു ചെമ്പനാനി അധ്യക്ഷത വഹിച്ചു. സൗജന്യമായി കശുമാവ് തൈകൾ വിതരണം ചെയ്തു. കോടഞ്ചേരി 2024-25 സാമ്പത്തിക വർഷം കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി KSACC വികസിപ്പിച്ചെടുത്ത കശുമാവ് ഗ്രാഫ്റ്റുകൾ അധികം പൊക്കം വയ്ക്കാത്ത, പടരാത്ത, നിയന്ത്രിച്ച് വളർത്താവുന്ന, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള കശുമാവ് ഗ്രാഫ്റ്റുകളാണ് വിതരണം നടത്തിയത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിന് 4000 കശുമാവിൻ തൈകളും പട്ടികവർഗ മേഖലയിൽ 3000 കോശിമാവിൻ തൈകളും വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ വാസുദേവൻ ഞാറ്റുകാലായിൽ, ലിസി ചാക്കോ, സൂസൻ കേഴപ്ലാകൽ, ലീലാമ്മ കണ്ടത്തിൽ, റോസ്ലി മാത്യു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ അഭിലാഷ, കൃഷി ഓഫീസർ രമ്യരാജൻ, വികസന കോർപ്പറേഷൻ പ്രതിനിധി മുഹമ്മദ് ആഷിഖ് എന്നിവർ സംബന്ധിച്ചു. വിതരണം ചെയ്ത കശുമാവിൻ തൈകൾ ശാസ്ത്രീയമായി എങ്ങനെ വളർത്താം എന്നതിനെ ആസ്പദമാക്കി 2024 ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. കശുമാവിൻ തൈകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നത് കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് നിയമനം. കോഴിക്കോട് ജില്ലയിൽ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് താത്കാലിക ഒഴിവ്. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകർ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആവണം. പ്രായം 35 കവിയരുത്. BC 1 കാറ്റഗറിയിലേക്ക് ബിരുദാനന്തര ബിരുദമുള്ളവർക്കും BC 2 കാറ്റഗറിയിലേക്ക് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള വനിതകൾക്കും അപേക്ഷിക്കാം. ഡിസംബർ 20 വൈകിട്ട് 5 മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ D ബ്ലോക്ക് 2ാം നില, കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ PO, കോഴിക്കോട് 673020 എന്ന വിലാസത്തിൽ അപേക്ഷകൾ തപാലായോ നേരിട്ടോ എത്തിക്കണം. ഫോൺ 0452237366. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.